യുദ്ധമുണ്ടാകുമോ എന്ന ചോദ്യത്തിന് വിരാമം കുറിക്കാൻ പോവുകയാണ്. യുദ്ധത്തിന് മുൻപുള്ള അവസാന നിമിഷങ്ങളിലൂടെയാണ് പശ്ചിമേഷ്യ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്ക ഇറാനിലേക്ക് കടന്നുകയറി കത്തിക്കാനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിക്കഴിഞ്ഞു. മധ്യപൂർവേഷ്യയിൽ വീണ്ടും യുദ്ധഭീഷണിയുടെ മേഘങ്ങൾക്ക് കട്ടിയേറുകയാണ്. സുരക്ഷാ സാഹചര്യങ്ങൾ മോശമാകുന്ന പശ്ചാത്തലത്തിൽ അമേരിക്കൻ എംബസി ജീവനക്കാരും അവരുടെ കുടുംബാംഗങ്ങളും ആവശ്യമായാൽ രാജ്യം വിടണമെന്ന് നിർദ്ദേശിച്ചതായി പുറത്തുവന്ന റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര തലത്തിൽ ആശങ്ക ഉയർത്തുന്നു. രാജ്യം വിടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്നു തന്നെ അങ്ങനെ ചെയ്യണമെന്ന US അംബാസഡറുടെ ഇമെയിൽ സന്ദേശം സാധാരണ മുൻകരുതൽ നടപടിയേക്കാൾ ഗുരുതരമായ സാഹചര്യം സൂചിപ്പിക്കുന്നതായി വിലയിരുത്തപ്പെടുന്നു. ഇത്തരത്തിലുള്ള നീക്കങ്ങൾ സാധാരണയായി സുരക്ഷാ ഭീഷണി ഉയർന്ന സാഹചര്യങ്ങളിലാണ് ഉണ്ടാകാറുള്ളത്. ഇറാൻ അമേരിക്ക ബന്ധം ദശാബ്ദങ്ങളായി സംഘർഷഭരിതമാണ്. ആണവ പദ്ധതി, സാമ്പത്തിക ഉപരോധങ്ങൾ, പ്രാദേശിക സ്വാധീനം തുടങ്ങിയ വിഷയങ്ങൾ ഇരു രാജ്യങ്ങളെയും പലവട്ടം നേരിട്ടും പരോക്ഷമായും ഏറ്റുമുട്ടലിന്റെ വക്കിലെത്തിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഗൾഫ് മേഖലയിൽ അമേരിക്കൻ സൈനിക കപ്പലുകളുടെ വിന്യാസം, വ്യോമസേനയുടെ സജ്ജീകരണം, നാവികസേനയുടെ ശക്തമായ സാന്നിധ്യം എന്നിവയെല്ലാം കാര്യങ്ങൾ കൂടുതൽ ഗുരുതരമാകുന്നതിന്റെ സൂചനകളായി വേണം വിലയിരുത്താൻ. പേർഷ്യൻ ഗൾഫിലും ഇറാന്റെ അതിർത്തി പ്രദേശങ്ങളിലും കടലിലും പോലും ശക്തമായ സൈനിക സാന്നിധ്യം അമേരിക്ക ഉറപ്പാക്കുന്നതിലൂടെ ഒരു പ്രതിരോധ സന്ദേശമോ അതോ മുന്നറിയിപ്പോ നൽകുകയാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. അമേരിക്കൻ പ്രതിരോധ വകുപ്പ്, പ്രത്യേകിച്ച് പെന്റഗൺ, ഈ നീക്കങ്ങൾ മുൻകരുതൽ നടപടികളാണെന്നും പ്രദേശത്തെ അമേരിക്കൻ താൽപര്യങ്ങളും സഖ്യരാജ്യങ്ങളുടെയും സുരക്ഷയും ഉറപ്പാക്കാനാണെന്നും വ്യക്തമാക്കുന്നു. എന്നാൽ ഇറാൻ ഇതിനെ ശക്തമായ സമ്മർദ്ദ നയത്തിന്റെ ഭാഗമെന്ന നിലയിലാണ് കാണുന്നത്. സാമ്പത്തിക ഉപരോധങ്ങളും നയതന്ത്ര സമ്മർദ്ദങ്ങളും സൈനിക സാന്നിധ്യവും ഒക്കെ ചേർന്നുള്ള ഒരു വ്യാപകമായ തന്ത്രമാണിതെന്ന് ഇറാൻ ആരോപിക്കുന്നു. ഇറാന്റെ നിലപാട് വ്യക്തമാണ്. അവർ വഴങ്ങില്ല. രാജ്യത്തിന്റെ ആണവ പദ്ധതി സമാധാനപരമാണെന്നും അത് നിർത്തിവെക്കില്ല എന്നും അവർ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ ഏതെങ്കിലും ആക്രമണം ഉണ്ടായാൽ ശക്തമായ തിരിച്ചടി നൽകുമെന്ന മുന്നറിയിപ്പും ഇറാൻ നൽകിയിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന അന്താരാഷ്ട്ര എണ്ണ വ്യാപാരത്തിന് ഭീഷണി ഉണ്ടാകാമെന്ന ആശങ്കയും ഉയരുന്നു. ആ കടലിടുക്ക് ആഗോള ഊർജ വ്യാപാരത്തിന്റെ നിർണായക വഴിയാകുന്നതിനാൽ അവിടെ ഉണ്ടാകുന്ന ചെറിയ അസ്ഥിരത പോലും ലോക വിപണിയെ ബാധിക്കാം. അമേരിക്ക ഔദ്യോഗികമായി യുദ്ധം ആരംഭിക്കാനുള്ള ഉദ്ദേശമില്ല എന്ന് ആവർത്തിച്ചാലും സൈനിക നീക്കങ്ങളും എംബസി ജീവനക്കാരെ പിൻവലിക്കുന്ന നടപടികളും യുദ്ധസാധ്യതയെ പൂർണ്ണമായും നിഷേധിക്കാനാകില്ല എന്ന് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു. ഇത്തരത്തിലുള്ള നടപടികൾ പലപ്പോഴും വൻ സംഘർഷങ്ങൾക്ക് മുൻപുള്ള സുരക്ഷാ സജ്ജീകരണങ്ങളാകാറുണ്ട്. അമേരിക്കൻ നിലപാട് പ്രതിരോധാത്മകവും പ്രതികാരപരവുമാണ്. അതായത് അവരുടെ താല്പര്യങ്ങൾക്കെതിരെ ആക്രമണം ഉണ്ടായാൽ ശക്തമായ മറുപടി നൽകുമെന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ചരിത്രപരമായി നോക്കുമ്പോൾ അമേരിക്കയും ഇറാനും പലവട്ടം കടുത്ത വാക്കുതർക്കങ്ങളിലൂടെയും പരോക്ഷ സംഘർഷങ്ങളിലൂടെയും കടന്നു പോയിട്ടുണ്ടെങ്കിലും നേരിട്ടുള്ള ഒരു സമ്പൂർണ്ണ യുദ്ധം ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. കാരണം ഇരു രാജ്യങ്ങളും തുറന്ന യുദ്ധത്തിന്റെ വൻ പ്രത്യാഘാതങ്ങളെ കുറിച്ച് ബോധവാന്മാരാണ്. ആഗോള എണ്ണവില കുത്തനെ ഉയരാൻ സാധ്യതയുണ്ട്. മധ്യപൂർവേഷ്യയിലെ സഖ്യരാജ്യങ്ങൾ നേരിട്ട് സംഘർഷത്തിലേക്ക് വലിച്ചിഴക്കപ്പെടാം. അന്താരാഷ്ട്ര വിപണികൾ അസ്ഥിരമാകാം. ഈ പശ്ചാത്തലത്തിൽ യുദ്ധം ഇരുവർക്കും വലിയ വില നൽകേണ്ട സാഹചര്യം സൃഷ്ടിക്കും. എന്നിരുന്നാലും നിലവിലെ സംഘർഷ സാധ്യത നിലനിൽക്കുന്ന അവസരത്തിൽ ചെറിയൊരു തെറ്റിദ്ധാരണ പോലും വലിയ സൈനിക ഏറ്റുമുട്ടലിലേക്ക് നയിക്കാം. ഗൾഫ് മേഖലയിലെ കപ്പൽ ഗതാഗതം, വ്യോമപരിധിയിലെ സൈനിക സാന്നിധ്യം, പ്രാദേശിക സഖ്യങ്ങളുടെ ഇടപെടൽ, ഇവയിൽ ഏതെങ്കിലും ഒരു സംഭവം വലിയ കാട്ടുതീക്ക് കാരണമാകാം. പ്രത്യേകിച്ച് പ്രോക്സി സംഘർഷങ്ങളുടെ സാധ്യതയും നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കും. നേരിട്ട് ഏറ്റുമുട്ടുന്നതിന് പകരം പ്രാദേശിക സഖ്യങ്ങളിലൂടെ സമ്മർദ്ദം ചെലുത്തുന്ന രീതി കൂടുതൽ സാധ്യതയുള്ളതാണ് എന്നാണ് വിലയിരുത്തൽ. അന്താരാഷ്ട്ര സമൂഹം ഇരു രാജ്യങ്ങളെയും ആത്മസംയമനത്തിന് ആഹ്വാനം ചെയ്യുകയാണ്. നയതന്ത്രപരമായ ചർച്ചകൾക്ക് വാതിൽ തുറന്നു വെക്കണമെന്നും പ്രശ്നങ്ങൾ സംഭാഷണത്തിലൂടെ പരിഹരിക്കണമെന്നും യൂറോപ്യൻ രാജ്യങ്ങളും വിവിധ ആഗോള സംഘടനകളും ആവശ്യപ്പെടും. ആഗോള സാമ്പത്തിക അനിശ്ചിതത്വം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മറ്റൊരു വൻ യുദ്ധം ലോകം താങ്ങാനാകില്ല എന്ന ആശങ്ക വ്യാപകമാണ്. ഇപ്പോൾ പ്രധാന ചോദ്യം ഇതാണ്: അമേരിക്ക യുദ്ധം ആരംഭിക്കുമോ? നിലവിലെ സാഹചര്യങ്ങളിൽ യുദ്ധസാധ്യത ഉയർന്നതായി തോന്നിപ്പിക്കുന്നുണ്ടെങ്കിലും തുറന്ന യുദ്ധം തുടങ്ങാൻ ഇരുവരും ഒരുപോലെ തയ്യാറാണെന്ന് പറയാൻ വ്യക്തമായ തെളിവുകളില്ല. എന്നിരുന്നാലും സൈനിക സജ്ജീകരണങ്ങളും കടുത്ത പ്രസ്താവനകളും തുടരുന്ന സാഹചര്യത്തിൽ അപകട സാധ്യത ഉയർന്ന നിലയിലാണ്. സംഘർഷത്തിന്റെ ഈ ഘട്ടത്തിൽ ഒരു തെറ്റായ നീക്കം പോലും വലിയ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകാം. അതിനാൽ സൈനിക ശക്തി പ്രദർശനത്തിനപ്പുറം നയതന്ത്രപരമായ ഇടപെടലുകളാണ് ഇപ്പോൾ അത്യാവശ്യമായത്. മധ്യപൂർവേഷ്യയുടെ ഭാവിയും ആഗോള സമാധാനവും നിർണ്ണയിക്കപ്പെടുന്നത് ഇരു രാജ്യങ്ങളും സ്വീകരിക്കുന്ന അടുത്ത നീക്കങ്ങൾ എന്താണ് എന്നതിനെ ആശ്രയിച്ചാണ്.